മാഷെ, സെലൻസ്കിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം യുദ്ധമുന്നണിയിൽ വിന്യസിച്ചിട്ടുള്ള കമാൻഡർമാരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ചൈന, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികൾ റഷ്യൻ സൈന്യത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ ആരോപണമാണ്, അല്ലെങ്കിൽ അതിനുള്ളിൽ പല കാര്യങ്ങളുമൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. എന്താണ് മാഷെ അത്? അത് ഈ യുക്രൈൻ പ്രസിഡന്റിന് ഇപ്പോഴും ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണ കുറവാണ് എന്ന് ധരിപ്പിക്കാനെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗുണകരമായ ചില അന്താരാഷ്ട്ര സന്ദേശങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനായിരിക്കാം ആ പറയുന്നത്. ഇപ്പോൾ റഷ്യൻ പടയിൽ, റഷ്യയും യുക്രൈനും തമ്മിലാണല്ലോ യുദ്ധം. റഷ്യൻ പട യുക്രൈനെ ആക്രമിക്കുമ്പോൾ റഷ്യൻ പടയിൽ റഷ്യക്കാർ മാത്രമല്ല ഒട്ടേറെ ലോകരാജ്യങ്ങൾ റഷ്യയെ പിന്തുണക്കുന്നുണ്ട് എന്ന ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാനും അതുവഴി ലോകത്തിൻ്റെ സിമ്പതി വാങ്ങിയെടുക്കാനും UN ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഇപ്പോഴും ഉണ്ടല്ലോ. യുദ്ധം നിർത്തണമെന്ന് പറയാനും യുക്രൈനെ സഹായിക്കണമെന്ന് പറയാനും റഷ്യൻ അധിനിവേശമാണ് യുക്രൈൻ്റെ മേൽ നടക്കുന്നത് എന്ന് പറയാനും ഒക്കെ ആളുകളുണ്ടല്ലോ. അതിനെ ഒന്ന് പെരുപ്പിക്കാൻ മാത്രമേ ഈ ഒരു പ്രസ്താവന ഉപകരിക്കുകയുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ അടിത്തറ രാഷ്ട്രീയമല്ല, അത് സാമ്പത്തികമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ലോകത്ത് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് അറിയാം. അത് ഈ ഗ്ലോബൽ കോർപ്പറേറ്റ് പൊളിറ്റിക്സ് അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ പുതിയ നൂറ്റാണ്ടിൽ നടന്ന യുദ്ധങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് ശക്തികൾ, മൂലധന ശക്തികൾ നമ്മൾ പറയുന്ന വൻകിട രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് മൂന്നാം ലോക രാജ്യങ്ങളുമൊക്കെ ആയിട്ട് അണിനിരന്ന എല്ലാ യുദ്ധങ്ങളിലും ഈ പുതിയ നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളൊക്കെ എടുത്തോളൂ. ഇപ്പോൾ ഇറാൻ ഇറാഖ് വാറായാലും, അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചപ്പോഴും, അമേരിക്ക കുവൈറ്റിനെ ആക്രമിച്ചപ്പോഴും, ഇസ്രായേൽ ഫലസ്തീൻ വാറായാലും, ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലൊക്കെ യമൻ അറേബ്യ വാറായാലും, ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ ലോകത്തൊരു പുതിയ പ്രവണതയുണ്ട്, നമ്മളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് ഭൂമിയിലെ പല കച്ചവടങ്ങളും നടത്തുന്ന വലിയ കമ്പനികളെയാണ്. നമ്മൾ നിർമ്മാണ കമ്പനികളെ കോർപ്പറേറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും അത് വളരെ ജനകീയമായി കഴിഞ്ഞു. സർക്കാർ പോലും കരാറ് കൊടുക്കുന്നത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കാണ്. നമ്മുടെ നിർമ്മാണ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ റെയിൽവേ ഒക്കെ അവരാണ് ചെയ്യിക്കുന്നത്. ഒന്ന്, നിർമ്മാണ കമ്പനികൾ. രണ്ട്, ആയുധ കമ്പനികൾ. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്, പലതരം കമ്പനികളുണ്ടല്ലോ. ഇപ്പോൾ എൻജിനീയറിംഗ് കമ്പനികൾ മാത്രമല്ല, വലിയ IT കമ്പനികൾ. IT ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഇപ്പോൾ AI കമ്പനികൾ. ഈ കമ്പനികളൊക്കെ കോർപ്പറേറ്റുകളാണ്. മാത്രമല്ല ബഹിരാകാശ കമ്പനികൾ. ബഹിരാകാശത്തേക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തുകയും രാജ്യാന്തരമായി ഓരോ രാജ്യത്തെയും ആളുകളെ കൊണ്ടുപോകാൻ കരാറെടുക്കുകയും ഉപഗ്രഹങ്ങളെ നിർമ്മിച്ച് വിക്ഷേപിക്കാൻ കരാറെടുക്കുകയും ബഹിരാകാശ പേടകങ്ങൾ നിർമ്മിക്കാൻ, ബഹിരാകാശ സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ, അതിനൊക്കെ കരാറെടുക്കുക. എല്ലാത്തിനും ഇപ്പോൾ സ്പേസ് ഉൾപ്പെടെ എല്ലാം കോർപ്പറേറ്റുകളാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ വേണ്ട വിധം ശ്രദ്ധിക്കാതെ പോയ ഒരു കൂട്ടം കമ്പനികളാണ് കോർപ്പറേറ്റ് വാരിയേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പട്ടാള കമ്പനികൾ. കോർപ്പറേറ്റ് വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, വലിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ ദരിദ്ര രാജ്യങ്ങളിലൊക്കെ പോയി തൊഴിലില്ലാത്ത പടയെ റിക്രൂട്ട് ചെയ്യുക, ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുക, അവർക്കൊരു നിശ്ചിത കാലത്തേക്ക് വലിയ ഗ്രാൻഡ് കൊടുത്ത് പരിശീലനം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വലിയ ശമ്പളം ഓഫർ ചെയ്തിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുക. എന്തായിട്ട്? കോർപ്പറേറ്റ് പട്ടാളക്കാരായിട്ട്. അവർ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരല്ല, ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നതാണ്. ആ കമ്പനിയുടെ പട്ടാളമാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഹ്യൂമൻ റിസോഴ്സ് കമ്പനികളുണ്ടല്ലോ ലോകത്തിൽ. നിങ്ങൾക്കിപ്പോൾ കാനഡയിലേക്ക് പോകണോ? കാനഡയിൽ പോയി ജോലി ചെയ്യണോ? ജർമ്മനിയിൽ പോയി ജോലി ചെയ്യണോ? നിങ്ങൾ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്ത് പോയി ജോലി ചെയ്യണോ? അത് ഏതെങ്കിലും ഒരു കമ്പനിക്കാണ്. ആ കമ്പനിയുടെ ജീവനക്കാരായിട്ടാണ് നിങ്ങൾ പോവുക. കമ്പനിയാണ് നിങ്ങൾക്ക് സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുക. നിങ്ങളുടെ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ, അവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ, നിങ്ങളുടെ യാത്ര, താമസം ഒക്കെ അവരാണ് ഏർപ്പാട് ചെയ്യുക. അതിപ്പോൾ ഇൻ്റർ സ്റ്റേറ്റും ഉണ്ടല്ലോ, അറിയില്ലേ? നമ്മുടെ നാട്ടിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത്, അവർക്ക് താമസ സ്ഥലം കൊടുക്കുന്നത്, അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അതിലൊക്കെ ഒരു വെട്ടിപ്പ് ഇതെല്ലാ രാജ്യത്തും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ നിൻ്റെ വീട്ടിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി പണിയെടുക്കുമ്പോൾ അയാൾക്ക് 1000 രൂപ കൊടുക്കുന്നുവെങ്കിൽ ഈ കൊണ്ടുവന്ന ഏജൻറ്റ് ഏറ്റവും ചുരുങ്ങിയത് 200 രൂപയെങ്കിലും എടുക്കും. അതൊരു ചൂഷണം എന്നല്ല, അത് കച്ചവടമാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഇവരില്ലേ,
എന്താ പറയുക, ഹോം നേഴ്സ്, അങ്ങനെയല്ലേ, വലിയ വ്യവസായമാണ്. ഇതിൻ്റെ ഒരു വലിയ പതിപ്പാണ് കോർപ്പറേറ്റ് വാരിയേഴ്സ്. അപ്പോൾ ഈ പട്ടാളക്കാരെ ഇവരാണ് റിക്രൂട്ട് ചെയ്യുക. ഞാൻ ആരുടെ പട്ടാളമാണ്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പട്ടാളമാണ്, ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പട്ടാളമല്ല. മാത്രമല്ല, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നേ ഇല്ല. നമ്മൾ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധാരണ എന്താ? ഒരു രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന ആ രാജ്യത്തെ പൗരന്മാരെയാണ് നമ്മൾ പണ്ട് പട്ടാളം എന്ന് പറഞ്ഞത്. ആ കൺസെപ്റ്റ് മാറിയിരിക്കുന്നു. ഓരോരോ യൂണിഫോം ഇട്ട സെക്യൂരിറ്റിക്കാരെ പോലെ, നമ്മുടെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ കമ്പനിയല്ലേ. സെക്യൂരിറ്റിക്ക് പണിയെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ കല്യാണം നടക്കുന്നു, നിനക്ക് 10 സെക്യൂരിറ്റികൾ വേണം എന്ന് പറഞ്ഞാൽ നീ അല്ലല്ലോ നീ അവരുടെ ബോസല്ല. നീ ആർക്കാ ശമ്പളം കൊടുക്കുക? ആ കമ്പനിക്കാണ് നീ കൂലി കൊടുക്കുക. അങ്ങനെയാണ് ഇത് പട്ടാളത്തിന് ബാധകമാണ്. ഇതാണ് കോർപ്പറേറ്റ് വാരിയേഴ്സ്. ഈ കോർപ്പറേറ്റ് വാരിയേഴ്സിനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യും. മിക്കവാറും എല്ലാ വർണ്ണങ്ങളിലുള്ള, എല്ലാ തൊലി നിറത്തിലുള്ള പട്ടാളക്കാരുണ്ടാകും. അവർക്ക് വലിയ ശമ്പളം കൊടുക്കും, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. അതുകൊണ്ട് അതിന് വലിയ ഡിമാൻഡുമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വാർത്ത ഇതുപോലെ വന്നായിരുന്നല്ലോ അല്ലേ, റഷ്യൻ പട്ടാളത്തിലേക്ക് കൂലിപ്പടയാളിയായി പോയതിന്റെ വാർത്തകൾ. നമ്മൾ കേട്ടു, അവരെന്തോ പിടിച്ചു കൊണ്ടുപോയി അവിടെ ബലമായി. അല്ല, നല്ല ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയി അതിൽ ചേർന്നതാണ്. പിന്നീട് എന്തായി? യുദ്ധാവസ്ഥയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോരാൻ പേടിയായി, രക്ഷപ്പെട്ടു പോരാൻ പ്രശ്നമായി. അപ്പോൾ അവർ വലിയ തോതിൽ ഒരു ഫാനറ്റിക്കായി. അതാണ്ടായത്. സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സെലൻസ്കി പറഞ്ഞല്ലോ, റഷ്യയിൽ പൊരുന്ന സെലൻസ്കി ലോകം മുഴുവൻ നടന്നിട്ട് റിക്രൂട്ട് ചെയ്ത് പട്ടാളക്കാരെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കരാറ് കൊടുക്കാനുള്ള ശേഷിയില്ല. സെലൻസ്കിയാ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എനിക്കിങ്ങനെ ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വൻകിട കമ്പനികൾക്ക് കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ ദരിദ്രനാണ്. ഈ നാറ്റോ രാജ്യങ്ങളെ സഹായിക്കുന്നില്ലേ മാഷെ? നാറ്റോ രാജ്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാണ് വെപ്പ്. പക്ഷേ പട്ടാളം അവനവൻ്റെ ചെലവിൽ തന്നെ. ഇപ്പം നാറ്റോ എന്താ കൊടുക്കാൻ പറ്റുക? നേറ്റോ നിനക്ക് ഏത് രാജ്യത്ത്, നേറ്റോൻ്റെ അംഗരാജ്യങ്ങൾക്ക് നേറ്റോ സഖ്യകക്ഷികൾ പട്ടാളത്തെ അയച്ചു കൊടുക്കും. ഇന്ത്യയുടെ ഇപ്പോൾ ചേരിചേരാ രാജ്യമായിരുന്ന കാലത്താണ് നമ്മൾ ശ്രീലങ്കയിലേക്ക് പട്ടാളത്തെ അയച്ചു കൊടുത്തത്, അല്ലേ? സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ ഡോക്ടർ നജീബുള്ള ഭരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയച്ചു കൊടുത്തു. അതിനൊക്കെ പേയ്മെൻ്റ് ഉണ്ട്, വെറുതെ വരില്ല. ഇന്ത്യൻ പട്ടാളത്തിന് അവരുടെ മുഴുവൻ ചെലവും എന്തായാലും ചെലവും കൊടുത്താണ് ഇന്ത്യൻ പട്ടാളക്കാർ പോയത്. നമ്മുടെ പട്ടാളക്കാർ അവിടെ അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് അവരുടെ കുഴപ്പം ശ്രീലങ്കയിൽ. അത് പട്ടാളം എവിടെ ചെന്നാലും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സെലൻസ്കി പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കോർപ്പറേറ്റ് വാരിയേഴ്സാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ യുദ്ധം ചെയ്യുന്നത് ഇന്ന് അതാത് രാജ്യങ്ങളുടെ പട്ടാളങ്ങളെ അല്ല. പട്ടാളങ്ങൾ പോലും കമ്പനികളുടേതാണ്. കമ്പനികളാണ് യുദ്ധം ചെയ്യുക. എന്ന് വെച്ചാൽ 6 മാസത്തേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് റഷ്യക്ക് വേണ്ടി റഷ്യയുടെയും യുക്രൈൻ്റെയും അതിർത്തിയിൽ യുദ്ധം ചെയ്യാൻ കരാറെടുക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇത്ര കോടി ഡോളറിനായിരിക്കും അത് കമ്പനി വാങ്ങും. ആ കമ്പനിക്ക് വലിയൊരു ലാഭം അതിനകത്തുണ്ടാകും. ഈ പട്ടാളക്കാർക്ക് വേണ്ടതൊക്കെ കൊടുത്താലും അതിനേക്കാളും കൂടിയ ലാഭത്തിലാണ് എടുക്കുക. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഒളിഞ്ഞിരിപ്പില്ലേ? അതായത് റഷ്യക്ക് അത്രയും വലിയ ഒരു കുറവുണ്ടാകുന്നുണ്ട് ഈ സൈനികരുടെ കാര്യത്തിൽ എന്നുള്ളത്. അത് കുറവ് മാത്രമല്ല, അതൊരു ടാക്ടിക്സും കൂടിയാണ്. എന്താ കാര്യം എന്നറിയോ? അമേരിക്ക ലോകത്തിലെ പല രാജ്യങ്ങളിലും അധിനിവേശം നടത്തിയിട്ട് യുദ്ധം ചെയ്തല്ലോ. അമേരിക്കയിൽ വമ്പിച്ച തിരിച്ചടി ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? വലിയ തോതിൽ അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അമേരിക്കയിൽ കലാപം തുടങ്ങിയത്. ബുഷിനെതിരായിട്ടൊക്കെ വലിയ കോലാഹലം നടന്ന അപ്പോഴാണ്. കാരണം സ്വന്തം രാജ്യത്തിൻ്റെ പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഈ യുദ്ധം എന്തിന്? യുദ്ധക്കൊതി എന്ന് സ്വന്തം രാജ്യത്ത് വിവാദം. അതേ സമയത്ത് അമേരിക്കൻ കമ്പനികൾക്ക് തന്നെ, അമേരിക്കയിലെ യുദ്ധ കമ്പനികൾക്ക് കരാറ് കൊടുത്തിട്ട് ഈ യുദ്ധ കമ്പനികൾ നടന്നിട്ട് 3-ാം ലോക രാജ്യങ്ങളിലെ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തെടുത്തിട്ട് അവർക്ക് പരിശീലനം കൊടുത്ത് ആയുധം കൊടുത്ത് അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവരെയാണ് പറഞ്ഞയച്ചത്. പിന്നീട് ഇപ്പോൾ ഇറാഖിൽ അമേരിക്കയ്ക്ക് വേണ്ടി പൊരുതിയ പട്ടാളക്കാരിൽ മഹാഭൂരിപക്ഷവും അമേരിക്കൻ പൗരന്മാരല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഓരോരോ പല ലോകരാജ്യങ്ങളിലുള്ള പട്ടാളക്കാർ വന്ന് ഇറാഖിൽ പൊരുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ റഷ്യയിൽ നടക്കുന്നതെന്നർത്ഥം. ഇതിൻ്റെ ഒരു തമാശ കൂടി കൂട്ടത്തിൽ ഓർത്ത് നോക്കൂ. ഈ കോർപ്പറേറ്റ് മൂലധനം നമ്മൾ പറയുമ്പോൾ ആ മൂലധനത്തിൻ്റെ ഒരു സാധ്യത ആലോചിച്ച് നോക്കൂ. ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ആ പട്ടാളക്കാർക്ക് വേണ്ടി യുദ്ധത്തിൻ്റെ കരാറെടുക്കുന്നത് കോർപ്പറേറ്റ് കമ്പനിയാണ്. പട്ടാളക്കാർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതും ഏജൻസിയും ഒക്കെ വേറെ വേറെ കോർപ്പറേറ്റുകളാണ്. ഇവരുടെയൊക്കെ പെട്ടിയിലേക്ക് ഇതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ പണം ചെല്ലും. അവസാനം ചെല്ലുന്ന പണം ഏതാണെന്നറിയോ? നമ്മുടെ ഈ പട്ടാളക്കാർ ഏതെങ്കിലും ഒരു രാജ്യത്തെ നശിപ്പിച്ച് തരിപ്പണമാക്കും.
അത് ഇറാഖായാലും പലസ്തീനായാലും ഏതായാലും യമനായാലും ഏത് രാജ്യത്തെ ആയാലും തകർത്തിട്ട് പോരും. എന്നിട്ട് അടുത്ത കരാർ എന്താണെന്നറിയോ? തകർത്ത നഗരങ്ങളെ പുനർനിർമ്മിക്കുക. അക്കരാറിന് അതേ രാജ്യത്തെ വേറൊരു കമ്പനി പോകും. അല്ലെങ്കിൽ പലപ്പോഴും അമേരിക്കയിലെ പല കമ്പനികളും ഒരേ സമയത്ത് രണ്ടും ചെയ്യുന്നുണ്ട്, യുദ്ധവും പുനർനിർമ്മാണവും. എന്ന് വെച്ചാൽ എന്താണ്? നിർമ്മിക്കുന്നതും സംഹരിക്കുന്നതും, സൃഷ്ടിയും സംഹാരവും രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ദൈവങ്ങളാണ്. എന്നുവെച്ചാൽ ശിവന്റെ പണിയും ബ്രഹ്മാവിൻ്റെ പണിയും ഒരുമിച്ച് ചെയ്യുന്ന മഹാദൈവങ്ങളാണ് നമ്മുടെ കോർപ്പറേറ്റുകൾ എന്നാണ് അർത്ഥം. അത് ഒന്നുകിൽ നമ്മുടെ സെലൻസ്കിക്ക് അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം പറയാൻ വേണ്ടി ലോകത്തിൻ്റെ സിമ്പതി പിടിച്ചു പറ്റാൻ പറയാതിരിക്കുന്നതാണ്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നിർത്താൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ട് തോന്നിയ, അല്ലെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷേ യുക്രൈനിയൻ മാധ്യമങ്ങളിലും മറ്റ് ചില പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്, റഷ്യയിൽ തടവുകാരെ ഉൾപ്പെടെ പട്ടാളത്തിലേക്ക് ചേർക്കുന്നു. അതായത് HIV പോസിറ്റീവായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ അതിലേക്ക് അവർ കൊണ്ടുവരുന്നു. അതായത് അവരുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാവധാനം മരിക്കണമോ അതോ വേഗം മരിക്കണമോ. അതായത് ആൻറ്റി തെറാപ്പി, HIV-ക്കെതിരെയുള്ള ആൻറ്റി തെറാപ്പി അവിടെ ലഭ്യമല്ല, നിങ്ങൾ പട്ടാളത്തിൽ ചേരുകയാണെങ്കിൽ ഇത് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് ചില ആളുകളുടെ കോട്ടിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്, ഈ മാധ്യമങ്ങളിലടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു റഷ്യയുടെ അടിപതറി തുടങ്ങി എന്നുള്ളത് കൂടി അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇത് ഉള്ളതായിരിക്കുമോ? ഈ പറയുന്ന പോലെ സെലൻസ്കി യുക്രൈനിയൻ മാധ്യമങ്ങൾ മനഃപൂർവ്വം പടച്ചുവിടുന്ന വാർത്തയായിരിക്കുമോ? എന്തായിരിക്കും അത്? അത് ഇപ്പം നമുക്ക് പറഞ്ഞുകൂടാ. കാരണം പക്ഷേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സോവിയറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഇതൊക്കെ. റഷ്യ ആയാലും പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്. ചൈനയ്ക്കെതിരായിട്ട് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പണ്ട് പൂർണ്ണമായി ഞാൻ തള്ളിക്കളഞ്ഞിരുന്നു. കാരണം അതൊക്കെ ഒരു സാമ്രാജ്യത്വ ലോബി, ഈ സോഷ്യലിസ്റ്റ് ചേരിക്കെതിരെയുള്ള പ്രചാരണമായിട്ടാണ്. പക്ഷേ അടുത്ത കാലത്ത് ഇത്തരം രാജ്യങ്ങളിൽ പോയി നേരിട്ടുള്ള അനുഭവങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അകാരണമായി തടവുകാരെ കൊണ്ടുപോയി ജയിലിലിടുക, എന്നിട്ട് അവരെ കൊണ്ടുപോയി നിർബന്ധിച്ച് ഫാക്ടറികളിൽ പണിയെടുപ്പിക്കുക, നയാ പൈസ നഷ്ടപരിഹാരം കൂലി കൊടുക്കാതിരിക്കുക. എന്നിട്ട് ഏറ്റവും കൂലി കൊടുക്കേണ്ടെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന് പിന്നെ ചിലവ് കുറവല്ലേ, എന്നിട്ട് ലോക മാർക്കറ്റിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറച്ച് വിൽക്കുക എന്നതൊക്കെ ശരിയാണ് എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചൈനയിൽ പോയി വന്ന പലരും എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിശ്വസിക്കേണ്ട ഒരു കാലമല്ല ഇപ്പോൾ. സോവിയറ്റ് യൂണിയനിലും ഇപ്പോൾ ഒരു പക്ഷേ റഷ്യയിലും അതിൻ്റെ അനുബന്ധങ്ങൾ ചെയ്യുന്നുണ്ടാവാം. കാരണം അവർക്ക് യുദ്ധകാലാവസ്ഥയിൽ എന്തുമാകാം, ഒന്ന്. രണ്ട്, അവരെന്ത് ചെയ്താലും പുറം ലോകം അറിയാൻ പോകുന്നില്ല. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണക്രമത്തിൻ്റെ ഒരു രീതി. ചൈന എന്ത് ചെയ്താലും നമ്മൾ അറിയാൻ പോകുന്നില്ല. അവരുടെ ഭരണകൂടം പുറത്തു വിട്ടാൽ മാത്രമേ അറിയുള്ളൂ. അവർ ഇൻ്റർനെറ്റ് തരും, അവരുടെ ഇൻ്റർനെറ്റിലൂടെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത്തരം വളരെ കടുത്ത നടപടികൾ, ഹീനമായ നടപടികൾ ഒക്കെ തടവ് പുള്ളികൾ, പ്രത്യേകിച്ച് ആരാണ് തടവ് പുള്ളിയും തീരുമാനിക്കുന്ന ഭരണകൂടമാണ്. ടിയാനൻമെൻ സ്ക്വയർ അതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നിരപരാധികളെ എപ്പോഴാണ് ഭരണകൂടത്തിനെതിരായ ആണെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ്, പ്രതിവിപ്ലവകാരികളാണ്, അവരെ അകത്തിടാം, അവരെ കൊണ്ട് ബലമായി ജോലി ചെയ്യിക്കാം, ബോണ്ടഡ് ലേബർ, അടിമപ്പണി എടുപ്പിക്കാം. രണ്ട്, അവരെ യുദ്ധത്തിനയക്കാം, അവരെ കൊലക്ക് കൊടുക്കാം. ഒക്കെ ചെയ്യാവുന്ന ഭരണക്രമങ്ങൾ ഇപ്പോൾ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും അവിശ്വസിച്ചുകൂടാത്ത അവസ്ഥയാണ്. എന്നാൽ എല്ലാം വിശ്വസിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. എങ്കിലും അസംഭവ്യമാണെന്ന് പറഞ്ഞുകൂടാ. അതുകൂടി അതിനോട് ചേർത്ത് പറഞ്ഞത് നന്നായി. ഓക്കെ.